കയറിപ്പാൻ കർത്താവ് കൃപ നൽകി തരട്ടെ. നമുക്ക് 2 പത്രോസ് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. 2 കാര്യമാണ് ഈ വാക്യത്തിൽ ഗൗരവബോധത്തോടെ പരിശുദ്ധാത്മാവ് പ്രബോധിപ്പിക്കുന്നത്. 1 ദിവ്യശക്തി, 2 ദിവ്യ സ്വഭാവം. ഒരു സ്തോത്രം പറയാമോ ദൈവമക്കൾക്ക്? കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അതിപ്രധാനപ്പെട്ട 2 ഭാഗമാണ്. 1 ദിവ്യശക്തി, ദൈവശക്തി എന്നാണ്. ദൈവശക്തി എല്ലാ ദൈവമക്കൾക്കും വേണ്ടത് അതാണ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം, കർത്താവേ ആ ദൈവശക്തി അഥവാ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ മേൽ നീ പകരണമേ. അത് ഗൗരവത്തോടെ പ്രാർത്ഥിക്കണം. ആ ദിവ്യശക്തി അഥവാ ആ ദൈവശക്തി ഓരോ ദൈവമക്കളുടെ മേലും വ്യാപരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ദിവ്യ സ്വഭാവത്തിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ മിടുക്കുകൊണ്ടോ നമ്മുടെ സാമർഥ്യം കൊണ്ടോ നമുക്ക് ആ ഒരു നിലയിലേക്ക് എത്താൻ പറ്റത്തില്ല. നമുക്കതിന് വേണ്ട വലിയ ദൈവകൃപ എന്ന് പറയുന്നത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായമാണ്. രക്ഷിക്കപ്പെട്ട ദൈവകൃപയിൽ ജീവിക്കുന്ന എല്ലാ ദൈവമക്കളും അറിയേണ്ടത് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. കർത്താവ് ആക്കിയിരിക്കുന്നത് ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവിനെയാണ്. കർത്താവ് ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. ഞാൻ പോകുന്നു, ഞാൻ പോയാൽ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിനെന്ന എന്നേക്കും എന്നുവരെ കാഹളം മുഴങ്ങുന്നിടം വരെ കർത്താവിൻ്റെ മടങ്ങി വരവ് വരെ നമ്മുടെ കൂടെ ഇരിക്കാൻ കർത്താവ് ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ മേഖലയാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ദൈവമക്കൾ, അതിൽ ആനന്ദിക്കുന്ന ദൈവമക്കളെ കൈ ഉയർത്തി ഒരു സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവരോട് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ഗൗരവത്തോടെ ഓർപ്പിക്കുക. അത് ഉണ്ടെങ്കിൽ അടുത്തത് വേണ്ടത് എന്നാണെന്നറിയോ? ദിവ്യ സ്വഭാവമാണ്. നമുക്കെല്ലാം പലവിധ സ്വഭാവം ഉള്ളവരായിരുന്നു. നമ്മുടെ സ്വഭാവത്തിന് വേദപുസ്തകം പറയുന്ന പഴയ മനുഷ്യൻ്റെ സ്വഭാവമാണ്. ചിലർ പറയും അത് അപ്പച്ചനുണ്ടായിരുന്നതാ, വല്യപ്പച്ചനുണ്ടായിരുന്നതാ. ഞങ്ങളുടെ വീട്ടുകാർക്ക് അങ്ങനെ ഒരെണ്ണമുണ്ട്. ഭയങ്കര ക്രെഡിറ്റായിട്ടൊക്കെ ചിലർ പറഞ്ഞു കളയും. സ്തോത്രം. ആർക്കും ഇല്ലാത്തത് എന്തോ. എൻ്റെ പൊന്നു ദൈവമക്കളെ, അതെല്ലാം സാത്താൻ്റെയാണ് കേട്ടോ. അത് ഈ ലോകത്തിൻ്റെ കേട്ടോ, പഴയ മനുഷ്യൻ്റെ കേട്ടോ. അതുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുക അതിനെ പരിച്ഛേദം മരിപ്പിച്ച് ഉരിഞ്ഞുകളഞ്ഞ് നാം ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ആ 3-ാം വാക്യത്തിൽ 2 കാര്യം പ്രധാനമായി 3-ഉം 4-ഉം വാക്യത്തിൽ വരുമ്പോൾ ആദ്യം തുടങ്ങുന്നത് ദിവ്യശക്തി എന്ന് പറഞ്ഞാണ്. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 44-45 വാക്യം ഒന്ന് വായിച്ചേ. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് ഇത് വരാൻ വേറെ മാർഗമൊന്നുമില്ല. ആ നേരത്തെ വായിച്ച വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് പരിജ്ഞാനത്താൽ, അല്ലേ? പരിജ്ഞാനത്താൽ ദിവ്യശക്തി. ഈ പരിജ്ഞാനം എന്ന പദം അവിടെ കൊടുത്തിരിക്കുന്നെങ്കിലും കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് വചനത്താലെന്ന. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് വീണ് അതിൽ നിലനിന്ന് ഫലം കായ്ക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിന്റെ മേൽ ദൈവം പകരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അപ്പൊ ദൈവത്തിൻ്റെ വചനത്താലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലും നമ്മെ പ്രതിക്രിയ ചെയ്യുമ്പോൾ നമ്മിൽ നിന്ന് വെളിപ്പെട്ട് വരുന്ന ഒരു സ്വഭാവമാ ദിവ്യ സ്വഭാവം.
എങ്ങനെയാ ദിവ്യ സ്വഭാവം പ്രാപിക്കുന്നത്? ദൈനംദിനം വചനം ധ്യാനിക്കണം. വചനം വായിക്കാനല്ല, വചനം ധ്യാനിക്കണം. വചനം കേൾക്കണം. വചനത്തിൻ്റെ മുമ്പിൽ ഇരിക്കണം. 2, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മാത്രം സ്വഭാവമാ പാപബോധം വരുത്തുന്നത്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. സ്തോത്രം പറയോ? ഈ ദിവസങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി സമയം മാറ്റിവെക്കണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലൂടെ ആഗ്രഹിക്കുകയാണ് ഈ ദിവസങ്ങളിൽ. ആ വചനം ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഒന്നുകൂടെ വായിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 44-45 വാക്യം. ഈ വചനം ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും. ആരുടെ മേല? വചനം കേട്ട. ഗലാത്യ ലേഖനം അതിനോട് ചേർത്തൊന്ന് വായിച്ച് 3-ാം അധ്യായം 2-ാം വാക്യം. ജീസസ്, ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? എന്തോ പ്രസംഗമാ? വിശ്വാസത്തിന്റെ പ്രസംഗം. അപ്പൊ പ്രസംഗം കേൾക്കണം. പ്രസംഗം കേട്ടാലേ. അവിടെ മുകളിൽ എഴുതിയിരിക്കുന്ന വാക്യം കണ്ടല്ലോ, ഒന്നുകൂടെ വായിച്ചേ ആ വാക്യം. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത്. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന സകല ദൈവമക്കൾ, അതാണ് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ സംഭവിച്ചത്. ദൈവത്തിന്റെ ദാസൻ എഴുന്നേറ്റ് ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചപ്പോൾ ആ വചനം സ്വീകരിച്ചവർ, വചനമായിട്ട് ഏറ്റെടുത്തവർ, അവരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി. സ്തോത്രം, സ്തോത്രം. വചനം കേൾക്കണം, കേൾക്കുന്നത് ഗ്രഹിക്കണം. വചനം കേട്ട് ഗ്രഹിച്ചാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം ദൈവാത്മാവിൽ നമുക്ക് നിറയാൻ പറ്റും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വാണ് നമ്മുടെ ജീവിതത്തിൽ പാരമ്പര്യമായി കിടക്കുന്ന, പൗരോഹിത്യപരമായി കിടക്കുന്ന, ജഡീകമായി കിടക്കുന്ന ആ പഴയ മനുഷ്യനെ എല്ലാം മരിപ്പിച്ച് അവൻ ഒരു പുതുക്കം പ്രാപിക്കുന്ന പുതുമനുഷ്യനെ ധരിച്ച് നമുക്ക് മുന്നേറാൻ കഴിയും. അതിന് ദൈവത്തിൻ്റെ ആത്മാ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുക. വചനം കേൾക്കണം. വചനം കേട്ടാൽ ദൈവശക്തി നമ്മളിലേക്ക് വ്യാപരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ദൈവവചനവും ഒരുമിച്ച് സമ്മേളിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ് ഒരുവൻ ദിവ്യ മനുഷ്യനായി തീരുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമുക്ക് ആർക്കും ദൈവത്വം കൽപ്പിച്ചിട്ടില്ല. നമ്മളെല്ലാം മനുഷ്യരാണ്. പക്ഷേ ദിവ്യ സ്വഭാവത്തിന് നാം കൂട്ടാളികളാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. എന്താ ദിവ്യ സ്വഭാവം എന്ന് പറഞ്ഞാൽ? യേശുവിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ സ്വഭാവം, യേശുവിന്. അതുകൊണ്ടാണ് വചനം പറയുന്നത് നാം അവനെ പോലെ ആകേണ്ടതിന്, അവനെ പോലെ, കർത്താവിനെ പോലെ ആകാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുമ്പോൾ ആ വിളിയുടെ അളവിലേക്ക് നമുക്ക് കരയറണമെങ്കിൽ ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായവും ദൈവത്തിൻ്റെ വചനവും നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനം ക്രിയ ചെയ്തുകൊണ്ടിരിക്കണം. അതിന് വേണ്ടത് ഗലാത്യ സഭയോട് പറയാം, വചനം കേൾക്കണം. കേൾക്കാൻ കിട്ടിയ ഭാഗ്യത്തിനൊരു സ്തോത്രം പറ. വചനം കേൾക്കുന്തോറും നമ്മിൽ വല്ല രൂപാന്തരം ഉണ്ടാകുന്നുണ്ടോ? മാറ്റം സംഭവിക്കുന്നുണ്ടോ? അത് പറഞ്ഞപ്പോഴാ കഴിഞ്ഞിടയ്ക്ക് ഒരാൾ പറഞ്ഞത് ഓർക്കുന്നത്, എൻ്റെ പാസ്റ്ററെ പ്രസംഗിക്കുന്നവർക്ക് മാറ്റമില്ലെന്ന്. സ്തോത്രം പറയണേ. പുൾപിറ്റൊക്കെ തകർക്കുന്നുണ്ട്, ഒന്നും പ്രാക്ടിക്കലായിട്ടില്ല. സ്തോത്രം പറ. ഈ ദിവസങ്ങളിൽ കർത്താവേ, എനിക്ക് ജീവിക്കാൻ കൃപ വേണം. എനിക്ക് നിൻ്റെ വചനം പ്രമാണിക്കാൻ കൃപ വേണം. എൻ്റെ ജീവിതത്തിൽ ഈ ആണ്ടിൽ ഒരു പുതിയ സ്വഭാവം രൂപപ്പെടണം. എൻ്റെ പഴയ പ്രകൃതി, എന്നെ വാഴുന്ന, എൻ്റെ ജഡത്തിൽ വാഴുന്ന, എൻ്റെ ശരീരത്തിൽ വാഴുന്ന, എന്നെ ദൈവകൃപയിലേക്ക് മുൻപോട്ട് വിടാതെ പിടിച്ച് ഒതുക്കുന്ന ചില മേഖലകളിൽ ഈ ദിവസങ്ങളിൽ ജയം പ്രാപിക്കേണ്ടതിന് അവൻ്റെ കൃപയിൽ ശരണപ്പെട്ട് ദൈവ സാന്നിധ്യത്തിൽ നമ്മളായിരിക്കട്ടെ. പഴയ നിയമകാലത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം വസിച്ചത് ആലയത്തിലാണ്. നമുക്കറിയാം, അതിനുവേണ്ടി പ്ലാൻ മാത്രമേ ഉള്ളായിരുന്നു. സ്വർഗീയം, മെറ്റീരിയൽ എല്ലാം ഭൂമിയിലെയാണ്.
സ്വതന്ത്രം പറയണേ. ഈ ഭൂമിയിലെ തടി, മണ്ണ്, കല്ല് ഇതുകൊണ്ട് അതെല്ലാം ചെയ്തേ. പക്ഷേ പ്ലാൻ സ്വർഗത്തിൻ്റെ ആയിരുന്നു. സ്വർഗത്തിൻ്റെ പ്ലാനിൽ പണി കഴിപ്പിച്ച ആലയത്തിൽ എപ്പോഴാണത് ആലയമാകുന്നതെന്നറിയാവോ? മഹത്വവാനായ കർത്താവിൻ്റെ തിരുസാന്നിധ്യം ഇറങ്ങുമ്പോഴാണ്. കരിമ്പടമ്പോടെ മൂടിക്കിടക്കുന്ന സമാഗമന കൂടാരം ഭൂമുഖത്ത് അഥവാ മരുഭൂമിയിൽ ഇങ്ങനെ ദൂരവേ നോക്കുന്നവന് കരിമ്പാറ പോലെ തോന്നുമെന്ന് അവർ ചിന്തകൻ എഴുതിയിരിക്കുന്നത്. ദൂരെ നിന്ന് നോക്കുന്ന ഒരാൾ ഒരു മരുഭൂമിയുടെ നടുവിൽ ഒരു കരിമ്പാറ നിൽക്കുന്ന പോലെ ഈ കരിമ്പടങ്ങളാൽ മൂടിക്കെട്ടിയിട്ടിരിക്കുന്ന സമാഗമന കൂടാരം. പക്ഷേ ആ കാഴ്ചക്കാരൻ സസൂക്ഷ്മം ശ്രദ്ധിച്ചാൽ അവന് കാണാൻ പറ്റുന്നൊരു കാഴ്ച എന്നാണെന്നറിയാവോ? തേജോമേനായ ദൈവത്തിൻ്റെ മഹാ തേജസ് ആ കൂടാരത്തിൻ്റെ അകത്തേക്ക്, ആ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ആ സമാഗമന കൂടാരം പിന്നെ കരിമ്പായിന് പിടിച്ച പോലെ, കരിമ്പാറ പോലെ അല്ല, അതിന്മേൽ മൂടുന്ന ദൈവ തേജസ് കാഴ്ചക്കാരെ അമ്പരപ്പിക്കുമായിരുന്നെന്നാ. സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മുടെ മേൽ വെളിപ്പെടുന്ന, നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ആ മഹാദൈവത്തിന്റെ തേജസ്. അതുകൊണ്ടല്ലേ കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം കാണാതറിയാം. എന്തുവാ? അത് തന്നെയാ പറഞ്ഞു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും അതുള്ളത് കൊണ്ടാ. ആ രണ്ടാമത് പറഞ്ഞ ഭാഗം ഇല്ലായിരുന്നെങ്കിൽ ഒരു വിശേഷതയില്ല. ഞാൻ പഴയ ഡൊമിനിക്ക, നമ്മൾ പഴയ ഏബ്രഹാമ, പഴയ തോമാച്ചന, പഴയ മത്തായിയ. എന്നാൽ ഒരുവന്റെ മേൽ ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങിക്കഴിയുമ്പോൾ അവന്റെ ലെവല് മാറി, അവന്റെ പേര് മാറി, അവന്റെ രീതി മാറി. അതുകൊണ്ട് അവൻ ദൈവത്തിന്റെ ആലയമായി മാറുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം. ഒരു സ്തോത്രം പറഞ്ഞേ. നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്ന ഒരു ദൈവത്തിന്റെ മന്ദിരങ്ങളാ, ദൈവത്തിന്റെ മന്ദിരമാ. അതുകൊണ്ടാണ് തിമത്തിയോസിനോട് പൗലൂസ് പറയുന്നത്, 1 തിമത്തിയോസ് 6-ാം അധ്യായം 11-ാം വാക്യത്തിൽ, നീ ആരാന്ന് ഓർക്കണം. നീ ഇന്നലത്തെ തിമത്തിയോസ് അല്ല, നീ ദൈവത്തിന്റെ മനുഷ്യനാ. ദൈവത്തിന്റെ തേജസ് ഇറങ്ങിയ, ദൈവം വസിക്കുന്ന, ദൈവാത്മാവ് വസിക്കുന്ന ദൈവത്തിന്റെ ആലയമായ നീ ഇന്നലകളിൽ ജീവിച്ച ആളല്ല, നീ ദൈവത്തിന്റെ മനുഷ്യനാ. ഒരു സ്തോത്രം പറയാവോ? നമ്മെ ദൈവം ദൈവത്തിന്റെ മനുഷ്യനാക്കിയിരിക്കുക. നാം ദൈവത്തിന്റെ മനുഷ്യൻ. സ്തോത്രം. ദൈവത്തിന്റെ മനുഷ്യന് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം വായിച്ചത് ആ ദിവ്യ സ്വഭാവം. ദൈവത്തിൻ്റെ മനുഷ്യനാണെങ്കിൽ വരേണ്ടത് മുഴുവൻ ദൈവത്തിൻ്റെ സ്വഭാവം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 20 മുതൽ 24 വരെയുള്ള വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വേഗം. താങ്ക് യു ജീസസ്. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെ കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ച്, എങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനുപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. നമ്മൾ ആരാണെന്ന് ഗൗരവത്തോടെ അവിടെ ഓർപ്പിക്കുക. 20-ാം വാക്യം ഒന്നുകൂടെ തുടങ്ങിക്കേ. മുമ്പിലത്തെ നടപ്പ് നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെ കുറിച്ച് കേട്ട്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന സകല ദൈവമക്കളും അറിയണം, ദിവ്യ സ്വഭാവം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ സ്വഭാവം. എന്താ യേശുവിൻ്റെ സ്വഭാവം? സത്യമേ അവനിലുള്ളൂ, സത്യം മാത്രം. അവസരത്തിന്, സാഹചര്യത്തിന്, സന്ദർഭത്തിന് ഒത്ത പോലെ പറയുന്നവരല്ല. സ്തോത്രം. യേശുവിൽ സത്യമുള്ളതുപോലെ അവനെ കുറിച്ച് കേട്ട്. യേശുവിൽ സത്യം, അത് നമ്മളിലും വേണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. അതുകൊണ്ടല്ലേ പത്രോസിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന, ആകയാൽ സകല ദുഷ്ടതയും, എല്ലാ ചതിവും, വ്യാജഭാവവും, അസൂയയും, എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് രക്തത്താൽ ജയം. കർത്താവിനോട് പ്രാർത്ഥിക്കണം ദൈവമക്കളെ.
കഴിഞ്ഞ ദിവസം ഒരു കർത്തൃദാസൻ പറഞ്ഞ പോലെ ഇനി എത്ര സമയമുണ്ടെന്ന് ആർക്കറിയാം? അടുത്ത മണിക്കൂറിൽ എന്താ സംഭവിക്കുന്ന ആർക്കറിയാം? നിങ്ങൾ ശ്രദ്ധിക്കാറില്ല ഈ കാലഘട്ടത്തിൽ? കഴിഞ്ഞ 2 കൊല്ലം മാത്രം ഒന്ന് കണ്ണോടിച്ചേ, 60 വയസ്സിന് താഴെയുള്ളവരാണ് ദൈനംദിനം കടന്നു പോകുന്നവരുടെ എണ്ണം കൂടുതൽ. അതിന് മുകളിലൊക്കെ പ്രായം കിട്ടിയവർ സ്തോത്രം ചെയ്തോണേ. ഇനി അടുത്ത നിമിഷം കർത്താവിന് വേണ്ടി മാത്രമായിരിക്കട്ടെ. വാക്കിനാലും പ്രവൃത്തിയാലും ക്രിയയാലും നാം എന്ത് ചെയ്താലും അതിലൂടെ മഹത്വം കർത്താവിനായിരിക്കട്ടെ. നമുക്കുള്ള ആയുസ് നമ്മുടെ വീടിനകത്ത് മക്കളോടായാലും മരുമക്കളോടായാലും അപ്പനോടായാലും അമ്മയോടായാലും സഹോദരങ്ങളോടായാലും കൂട്ടു സഹോദരങ്ങൾ തമ്മിലായാലും എൻ്റെ പൊന്നു ദൈവമക്കളെ, മഹത്വം കർത്താവിന് വരണം. നമ്മുടെ ഓടിയതും അധ്വാനിച്ചതും വൃഥാവായി പോകരുത്. കർത്താവേ, അങ്ങയോടുള്ള ഭക്തിയിലും വിശുദ്ധിയിലും ജീവിക്കാൻ എനിക്ക് നിന്റെ കൃപ വേണം. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവിനെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. പുതിയ മനുഷ്യൻ, ഒരു പുതിയ മനുഷ്യനാക്കി നമ്മെ മാറ്റുന്ന 2 കാര്യം: 1 വചനം, 2 പരിശുദ്ധാത്മാവ്. ഇത് മറക്കരുത്. ദൈവാത്മാവിനെ പ്രാപിച്ച ദൈവമക്കളിൽ മാറ്റമില്ലെങ്കിൽ ശ്രദ്ധിക്കണം, തകരാറ് എവിടെയുണ്ട്. വചനം കേട്ട് രക്ഷിക്കപ്പെട്ട ദൈവവൈതൽ ധാരാളം വചനം കേട്ടിട്ടും ഒരു ചേഞ്ചും നിനക്ക് സംഭവിക്കുന്നില്ല. നിനക്ക് പഴയതിനേക്കാൾ മത്സരം, പഴയതിനേക്കാൾ ശാഠ്യം, പഴയതിനേക്കാൾ തന്നിഷ്ടം, പഴയതിനേക്കാൾ അഹങ്കാരം, പഴയതിനേക്കാൾ എടുത്തിയാട്ടം, പഴയതിനേക്കാൾ ക്രോധം, കോപം, ശാഠ്യം, നൊന്നപക്ഷം ഇതാണ് ഉയരുന്നതെങ്കിൽ വചനം പറയുന്നു നിന്നിൽ വലിയ രൂപാന്തരം ഉണ്ടാകണം. നിന്നിലുള്ള ആത്മാവ് ഏതാണെന്ന് പരിശോധിക്കണം. അതുകൊണ്ട് താണ് വീണ് മുട്ടുമടക്കി പ്രാണനാഥനോട് പറയണം, കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ ഒന്നും കൂടെ രൂപാന്തരപ്പെടുത്തണമേ. അങ്ങനെ ജീവിച്ചാൽ എബ്രായ ലേഖനം 4:16 എന്താണെന്നറിയാവോ? ഒരു ദൈവവൈതലിന് എബ്രായർ 4:16 അതുകൊണ്ട് കരുണ ലഭിപ്പാനും കാണാനറിയാവുന്നൊരു വാക്യമാണ്, പക്ഷേ റഫറൻസ് അറിയത്തില്ലെന്നേ ഉള്ളൂ അല്ലേ? സ്തോത്രം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് പഴയ നിയമകാലത്തൊക്കെ ദാവീദൊക്കെ പറയുന്ന 3 നേരം വന്നാ, കാലത്തും വൈകുന്നേരത്തും ഉച്ചയ്ക്കും 3 നേരമായിരുന്നു. പക്ഷെ പഴയ നിയമകാലം മാറി. ഇന്ന് വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതൽ യേശു ക്രിസ്തുവിലൂടെ ഒരു പുതുവഴി നമുക്ക് തുറന്നു തന്ന് വേർപാടിൻ്റെ നടിച്ചുവരിടിച്ച് അവനൊരു ദൈവവൈതൽ ഏത് സമയത്തും കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും അല്ല, ഏത് സമയത്തും സ്ഥലകാല ഭേദമില്ലാതെ, വണ്ടിയെ പോകുമ്പോഴാണോ, യാത്ര ചെയ്യുമ്പോഴാണോ, അവൻ ജോലി ചെയ്യുമ്പോഴാണോ, നിന്റെ ഓഫീസിലാണോ, നീ സ്കൂളിലായിരിക്കുമ്പോഴാണോ, എപ്പോഴും ഓടിച്ചെല്ലാൻ സദൃശവാക്യത്തിൽ എഴുതിയ പോലെ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്നഭയം പ്രാപിക്കും. എപ്പോഴും കൃപാസനത്തോട് അടുത്ത് ചെല്ലാൻ. സ്തോത്രം. വളരെ ഭക്തന്മാരായിരുന്നു. 55 സങ്കീർത്തനം 17 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. 3 നേരം, വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. മലബാറിൽ ഇവിടെയൊക്കെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ 35 വർഷം കഴിഞ്ഞു, 36-ാം വർഷമാണ് സഭാചാർജ് തുടങ്ങിയിട്ട്. ഇന്ന് വരെയും കാണാത്തൊരു കാര്യമുള്ളൊരു വീട് മറക്കത്തില്ല. മലബാറിൽ കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് മധ്യ തിരുവിതാംകൂറിൽ നിന്ന് എല്ലാവരും കുടിയേറ്റക്കാർ പോയി 50 കാലങ്ങളിൽ കുടിയേറ്റം ചെയ്തൊരു വീടുണ്ട്. നാട്ടുകാർ പിള്ളേർ വിളിക്കുന്ന പേരാണ് അച്ചാച്ചി എന്ന. അച്ചാച്ചിയുടെ വീടെന്ന് പറഞ്ഞാൽ മലബാറിൽ കണ്ണൂർ വന്ന് അന്വേഷിച്ചാൽ അറിയാത്ത ആരുമില്ല. ആ വീട്ടിലെ വേലക്കാർ വരെ ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കാതെ ആഹാരം കൊടുക്കുകയില്ല. നിങ്ങൾക്കൊരു അതിശയം തോന്നുമല്ലേ? നമ്മുടെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ജോർജ് ഉമ്മച്ചൻ പാസ്റ്ററെ 3 ദിവസത്തെ കൺവെൻഷൻ അവിടെ വിളിച്ചു. അച്ഛൻ 3 ദിവസം ആ വീട്ടിൽ താമസമാണ്. അച്ഛൻ പറഞ്ഞു, ഇത്രയും കൊല്ലം ഞാൻ യാത്ര ചെയ്ത് ശുശ്രൂഷിച്ചിട്ട് ഇങ്ങനൊരു വീട് ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. രാവിലെ കുടുംബ പ്രാർത്ഥന, നല്ലൊരു പങ്ക് വീടുകളിലും
കേട്ടില്ല ഞാൻ. സ്തോത്രം. നമ്മുടെയൊക്കെ വീട്ടിലെ പാട്ട് കേട്ട് നാട്ടുകാർ ഉണർന്ന കാലമുണ്ട് കേട്ടോ. എൻ്റെ പൊന്ന് സഹോദരിമാരെ, മിനിമം പിള്ളേരേലും കേൾക്കണേ. സ്തോത്രം. ഉള്ളവർക്കായിട്ട് സ്തോത്രം. വൈകിട്ടും. എന്നാൽ ഈ വീടിൻ്റെ പ്രത്യേകത 3 നേരം ഉച്ചയ്ക്കും. അതിന് ഒരു മാറ്റവുമില്ല. ആ വീട്ടിൽ എത്ര മന്ത്രി ഗസ്റ്റായിട്ട് വന്നാലും കൊള്ളാം. ഉച്ചയ്ക്ക് പാട്ട് പാടി വേദപുസ്തകം വായിച്ച് എല്ലാവരെ കൊണ്ടൊന്നും പ്രാർത്ഥിപ്പിക്കുകയില്ല. ആരെങ്കിലും ഒരാളൊരു പ്രാർത്ഥന. ചിലയിടത്ത് പ്രശ്നം അതാന്നേ. പിള്ളേർക്കൊക്കെ ഇരിക്കണം എന്നുണ്ട്. ഇത് അമ്മാമ്മയ്ക്കൊരു പുസ്തകം, അച്ചായനൊരു സങ്കീർത്തനം, പിള്ളേർ പറയും അത് വേണ്ട ഞങ്ങളുടെ ഇഷ്ടത്തിന് ഒരു സങ്കീർത്തനം. ഇത് 3 കൂടെയൊക്കെ വായിച്ചു വരുമ്പം രാവിലെ പരീക്ഷയുള്ള കൊച്ചൻ ഒന്നും നടക്കുകയില്ല. പോട്ടെ, അതങ്ങ് വായിച്ച് നിർത്താമെന്ന് വിചാരിച്ചാൽ 3 പേർക്കും 3 പ്രാർത്ഥന. പാട്ടാ ഇതിലും പ്രശ്നം. ഒരാൾക്ക് ഇംഗ്ലീഷ് വേണം, ഒരാൾക്ക് മിക്സ്ഡ് വേണം, ഒരാൾക്ക് പഴയത് വേണം. ഇതെല്ലാം കൂടെ പാടി വരുമ്പോൾ 1.5 മണിക്കൂർ കഴിയുമ്പം പിള്ളേരും അടുക്കും. നിരന്തരമായ ഇത് ബുദ്ധിമുട്ടാണേ. ഞാൻ പറയാം, അറിയാവുന്ന ഒരു പാട്ടിൻ്റെ ഒരു ചരണവേലും പാടി സന്തോഷ ചടങ്ങായിക്കോട്ടെ, പക്ഷെ അതിനകത്തൊരു വിടുതലുണ്ട്. ഞാൻ സകല ദൈവമക്കളോടും പറയാം, ജോർജ് അമ്മച്ചായൻ പറയാം, ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കുന്ന അദ്ദേഹം ഉണ്ടെന്നും പറഞ്ഞ് പ്രാർത്ഥന ഉച്ചയ്ക്കത്ത് നിർത്തിയില്ല. പറമ്പിൽ പണിയുന്ന വേലക്കാർക്ക് മലബാറിലൊക്കെ ഉച്ചയ്ക്ക് ആഹാരം കൊടുക്കണം. ഒത്തിരി വലിയ ബിരിയാണിയൊന്നും വേണ്ട, അവർക്ക് ഇച്ചിരി കഞ്ഞിയും പുഴുക്കും കൊടുത്താൽ മതി. അവരുടെ വീട്ടിലെ പണിക്കാർ ഉച്ചയ്ക്ക് വന്ന്, അവരെല്ലാം ക്രിസ്ത്യാനികളല്ല, ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട് പണിക്ക് വരുന്നവർ. അവരെല്ലാം അച്ചാച്ചിയുടെ വീടിൻ്റെ വരാന്തയുടെ അവിടെ നിൽക്കും. അത് കഴിയുമ്പോഴേ കഞ്ഞിയേ ഉള്ളൂ. പാട്ട് പാടി കഴിഞ്ഞേച്ച് വരാനും പറ്റത്തില്ല. കൃത്യസമയമുണ്ട്. പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് പണിക്കാരുൾപ്പെടെ വന്ന് പാട്ട് പാടും, അവരും കേൾക്കും. അത് കഴിഞ്ഞേ കഞ്ഞി വിളമ്പത്തുള്ളൂ. ദൈവമക്കളെ, ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവരും ഉണ്ടേ. ഇന്നും ഭക്തി മുറുകെ പിടിക്കുന്നവരുണ്ടേ. ഇന്നും പ്രമാണത്തിൽ നിൽക്കുന്നവരുണ്ട്. ഞാൻ ദൈവമക്കളോട് പറയട്ടെ, ദൈവത്തിൻ്റെ കൃപയുടെ പ്രമാണത്തിൽ നിലനിൽക്കാൻ വിളിക്കപ്പെട്ട ദൈവപൈതൽ വളരെ വിവേകത്തോടെ തിരിച്ചറിയട്ടെ. ഞാൻ അതിവേഗം കടന്നു പോകട്ടെ, ഞാൻ സമയം മുമ്പോട്ട് പോയതുകൊണ്ട് അവസാനിപ്പിക്കുക. ആ ദൈവത്തിൻ്റെ ദാസൻ ദൈവത്തിൻ്റെ ആത്മാവിൽ ഇവിടെ രേഖപ്പെടുത്തുക, അങ്ങനെ അല്ലെന്നേ പുതിയ നിയമവിശ്വാസിക്ക് ദൈവം തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം 3 നേരമല്ല. എബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം, ഏത് സമയത്തും കൃപാസനത്തോളം അടുത്ത് ചെല്ലാൻ ദൈവം നമുക്ക് തന്ന ഭാഗ്യമോർത്ത് ഞാൻ എൻ്റെ കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യം, അങ്ങനെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കളോട് പറഞ്ഞ മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിക്കും. ഇന്ന് പകൽ ഞാൻ പറയാം, ഒത്തിരി വലിച്ചു നീട്ടി പ്രാർത്ഥിക്കുക ഒന്നും വേണ്ട. നീ ആത്മാവിൽ പ്രാർത്ഥിച്ചു നോക്ക്, വചനം പ്രമാണിച്ചു നോക്ക്. വചനം പ്രമാണിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും നിന്റെ മുൻപിൽ തുറന്നു വരേണ്ടത് തുറക്കാൻ, നിനക്ക് വേണ്ടി ചെയ്യേണ്ടത് ചെയ്യാൻ കർത്താവ് പറയാം, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് എന്താണോ ആവശ്യമുള്ളത് അത് തരാൻ അവൻ വിശ്വസ്തനാ. അതുകൊണ്ട് റോമർ 16-20 വാക്യം എന്തുവാ? സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന സകല ദൈവമക്കൾ പറഞ്ഞോണം, സകല സാത്താന്യ വ്യാപാരങ്ങളെയും കാൽ കീഴാക്കാൻ നീ ദൈവത്തിൻ്റെ ആലയമാണ്, നീ ദൈവത്തിൻ്റെ മനുഷ്യനാണ്, നീ ദൈവത്തിൻ്റെ പൈതലാണ്. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകാൻ യേശു ക്രിസ്തുവിൽ വിളിക്കപ്പെട്ടവനാണ്. നിന്റെ മേലുള്ള ദൈവാത്മാവിൻ്റെ അധികാരം നീ തിരിച്ചറിയണം. യെസ്, അതുകൊണ്ട് വചനം പറയുക, അതിൻ്റെ മുകളിൽ ഒന്നിനും കയറാൻ അവകാശമില്ല. കാൽ കീഴ്, കാലെവിടെ? ശരീരത്തിൻ്റെ ഭാഗമാണ്. ശരീരം സഭയാ, ക്രിസ്തു തലയാ. തലയാകുന്ന ക്രിസ്തുവിൽ ചേർന്ന് നിൽക്കുന്ന ശരീരമായ സഭയോട് പറയുക, സകലതും നിന്റെ കാൽ കീഴില്ല. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? നിന്റെ കുടുംബത്തെ ഞെരുക്കുന്ന, നിന്റെ തലമുറയോട് പോരാടുന്ന, നിന്റെ ആരോഗ്യത്തോട് വാഴുന്ന സകല ഇരുളിൻ്റെ മണ്ഡലങ്ങളുടെ മേലും ഞാൻ ആത്മാവിൽ ഒന്നുകൂടെ പറയാ, ദൈവസഭയ്ക്ക് മുകളിൽ ഈ ലോകത്തിലെ ഒരു ശക്തിയുമില്ല.
അതുകൊണ്ട് സഭ എന്താണെന്ന വെളിപ്പാടിലേക്ക് നമ്മൾ തിരിഞ്ഞു വരണം. സഭയും കൂട്ടായ്മയൊക്കെ എന്താണെന്ന് അറിയണം. സഭയുടെ കൂട്ടായ്മ എന്ന് പറയുന്നതിൻ്റെ ശക്തി തിരിച്ചറിയണം. സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഒരുമനപ്പെട്ട പ്രാർത്ഥന, ഐക്യമത്യപ്പെട്ട പ്രാർത്ഥന, സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന, അതിനൊക്കെ വലിയ അത്ഭുതങ്ങളുണ്ട്. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന സകല ദൈവമക്കളോടും പറയട്ടെ, ദൈവത്തിൻ്റെ സഭയുടെ ഭാഗമാകാൻ ദൈവം എനിക്ക് തന്ന ഭാഗ്യം ഓർത്ത് ആ രണ്ട് കൈകളും ഒന്ന് ചേർത്തടിച്ച് എൻ്റെ കർത്താവിനൊരു മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ദൈവസഭയുടെ ഭാഗമാകാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. റോമാലേഖനം 16-ാം അധ്യായം 19-20 വാക്യം വേഗം. നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു. ദിവ്യ സ്വഭാവമുള്ള ദൈവമക്കളിൽ രൂപാന്തരമുണ്ടായി. പൗലോസ് അത് കണ്ടെന്നാ പറഞ്ഞേ, അറിഞ്ഞു. നാട്ടുകാർ പറയാൻ തുടങ്ങി, വീട്ടുകാർ പറയാൻ തുടങ്ങി, ചാർച്ചക്കാർ പറയാൻ തുടങ്ങി. ആ വാക്യം കേട്ടോ, നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു. എല്ലാവർക്കും. ഇന്നലെ കണ്ടവർ പോലും പറയാൻ തുടങ്ങി, ആള് മാറി കേട്ടോ. ഒരു സ്തോത്രം പറയണേ. ആള് മാറിയെന്ന്, പഴയ ആളല്ലെന്ന്, പഴയ രീതിയല്ലെന്ന്. സ്തോത്രം. നിങ്ങളുടെ അനുസരണം സർവ്വലോകത്തിലും എല്ലായിടത്തും പരക്കെ അത് പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു. അടുത്ത വാക്യം, എങ്കിലും നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും. ഇന്ന് പകൽ അവിടെ കൊണ്ട് തീർന്നില്ല. ഇച്ചിരൂടെ നാകണം. നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞന്മാരുമാകണം. പറഞ്ഞ ദൈവമക്കളെ, കർത്താവേ, ഈ ദിവസങ്ങളിൽ തിന്മയോട് അകന്ന് നിൽക്കാനുള്ള നിന്റെ കൃപ എനിക്ക് തരണം. എല്ലാ തിന്മയുടെ മേലും, തിന്മയുടെ അവകാശങ്ങളുടെ മേൽ, തിന്മ വാഴുന്ന മേഖലകളുടെ മേൽ ഒരു ദൈവത്തിൻ്റെ പൈതൽ ദൈവസന്നിധിയിൽ ഒഴിഞ്ഞു നിന്നിട്ട് അവൻ ക്രിസ്തുവേശുവിൻ്റെ സ്വഭാവത്തിലേക്ക് വളരണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് രണ്ട് കാര്യം. ഒന്ന്, നന്മയ്ക്ക് ജ്ഞാനിയാകുക. ആരേക്കാൾ, ഇവിടെ ഇരിക്കുന്ന ആരേക്കാൾ കർത്താവേ, എനിക്ക് അതിനുള്ളൊരു കൃപ തരണം. ഞാനായിരിക്കണം ഈ സഭയിൽ. എബ്രോൺ ദൈവസഭ പറയണം കേട്ടോ, ആ അച്ചായൻ്റെ സാന്നിധ്യം, ആ അമ്മമ്മയുടെ സാന്നിധ്യം, ആ സഹോദരിയുടെ സാന്നിധ്യം, ആ ബ്രദറിൻ്റെ സാന്നിധ്യം സഭയ്ക്കൊരു അസാധാരണ വിടവ. ഇല്ലാതെ വരുമ്പോൾ ഉള്ളത് തിരിച്ചറിയണം, ഇല്ലാതെ വരുമ്പോൾ അതും സഭ തിരിച്ചറിയണം. എപ്പോഴാണെന്നറിയാമോ? നന്മയ്ക്ക് നമ്മൾ ജ്ഞാനിയായി തീരുമ്പോൾ. ആമേൻ. കർത്താവിനോട് പറയേണ്ടത്, കർത്താവേ, ആ ദിവ്യ സ്വഭാവത്തിൽ സഞ്ചരിക്കാൻ എനിക്ക് നിന്റെ കൃപ വേണം. ഒരു നിമിഷം പ്രാർത്ഥിക്കുക. എല്ലാവരും ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിൻ്റെ വിശുദ്ധ മേശയിലേക്ക് നമ്മൾ കയറാൻ പോവുക. ആ തിരുമേശ ഇന്ന് പകൽ പാനം ചെയ്യുമ്പോൾ ദൈവകൃപയോടെ ആയിത്തീരട്ടെ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ വാശി, ദുർവാശി, പിടിവാശി, അഹങ്കാരം, ദുർഭാഷണം ഇതെല്ലാം വിട്ടുകളഞ്ഞിട്ട് പൗലോസ് പറഞ്ഞ വാക്ക് മറക്കരുത്, നിങ്ങളുടെ അനുസരണം. അനുസരണം അത് മറ്റുള്ളവരെ അറിയട്ടെ. ദൈവമക്കളെ, നമ്മിലുണ്ടാകുന്ന വ്യതിയാനം. എന്തിനാ പിടിവാശി? എന്തിനാ ശാഠ്യം? എന്തിനാ കോപം? എന്തിനാ മത്സരം? എന്തിനാ ഈ അഹങ്കാരം? എന്തിനാ ഈ തന്നിഷ്ടം? ഇന്ന് പകൽ ക്രൂശിൻ്റെ ചുവട്ടിൽ അത് വെച്ചിട്ട് പരിശുദ്ധാത്മാവിൻ്റെ മുൻപിൽ പറ, ആത്മാവേ, എന്നെ ഒന്നുകൂടെ പണിയണമേ. കർത്താവേ, നിന്റെ വചനത്താൽ എന്നെ ഒന്നുകൂടെ ശുദ്ധീകരിക്കണമേ. എത്ര പേർ ആഗ്രഹിക്കുന്നു? റിബാന ശംധന അസ്തന ചുഡാലഗട്ട അസത്യ രഗതുന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പി വി ജോസഫ് അച്ഛൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. തുടർന്നുള്ള ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി വചനത്തിന് മുൻപിൽ ഏൽപ്പിച്ച് എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കാം.